ഈ ലൂക്കയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെയോ? കുഞ്ഞിന് 6 or 7 വയസ്സുള്ളപ്പോൾ അപ്പം മരിച്ചെന്നാണ് കേട്ടത്. പിന്നെ അമ്മയും മോനും മാത്രമായപ്പോൾ അവർ വലിയ കൂട്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്തോ അസുഖം വന്ന് അമ്മയും പോയി. അത് കുഞ്ഞിനെ വല്ലാണ്ട് ബാധിച്ചു. പിന്നെ എന്തൊക്കെയോ ചികിത്സയെ കഴിഞ്ഞിട്ടാ കുഞ്ഞ് നേരെ ചൊവ്വയായത്. അതൊക്കെ കൊണ്ട് തന്നെയാ ശിവനാശൻ ഞങ്ങളിവിടെ ആക്കിയത്. കുഞ്ഞിനെ വരയെക്കുറിയൊക്കെ പഠിപ്പിച്ച ആളാ. സാറേ, അതുകൊണ്ട് തന്നെ ആശാനും പെയിന്റ് അടിക്കുന്ന കുറേ പിള്ളേരും ഞങ്ങളുടെ കോളനിയിൽ കുഞ്ഞുമോനും മാത്രമാണ് ആകെയുള്ള കൂട്ട്. ഈ പിള്ളേരെല്ലാവരും കൂടി ഈയിടെ ഞങ്ങളുടെ കോളനി ഒഴിപ്പിക്കുമ്പോൾ ശ്രീസായി എന്നിവരുടെ കമ്പനിയായിട്ടൊന്ന് മുട്ടി. അവരുടെ മതിലേൽ ഞങ്ങളുടെ പടമൊക്കെ വരച്ചു വെച്ച് കുറച്ച് അലമ്പൊക്കെ ആയായിരുന്നു. അതല്ലാതെ കുഞ്ഞിന് വേറെ ശത്രുക്കളുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. പിന്നെ 2-3 മാസമായിട്ട് സാറിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ഇവിടെ. നിഹാരിക എന്നായിരുന്നു പേര്. വലിയ ഇഷ്ടത്തിലായിരുന്നു രണ്ടുപേരും, കളിയും ചിരിയൊക്കെ ആയിട്ട്. സാറാ കൊച്ചിനെ കല്യാണം കഴിക്കുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. 2-3 ആഴ്ച മുൻപ് ഞങ്ങളിവിടെ വന്നപ്പോൾ ആ കൊച്ചിവിടെ ഇല്ല. സാറിനോട് ചോദിച്ചപ്പോൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞു. ആ കൊച്ചു പോയതിനു ശേഷം കുഞ്ഞിനൊരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങാൻ നേരത്താണ് സാറിനൊന്ന് നേരെ ചൊവ്വയായി കണ്ടത്. അപ്പോൾ മുഖത്തിനൊക്കെ നല്ല തെളിച്ചു വരുന്നു സാറേ. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു കൊറിയർ വന്നായിരുന്നു. ആ കൊച്ചേൻ്റെ അയച്ചതെന്നാണ് തോന്നുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ട്രേസ് ചെയ്യണം. ശിവൻ, നിഹാരിക, ശ്രീസായി ബിൽഡേഴ്സ്. ഓക്കെ സാർ. കഴിഞ്ഞു ഫാത്തിമ, നീ റെഡി ആയിക്കോ. പിന്നെ ഞാൻ ഇറങ്ങും. എനിക്ക് ഫാത്തിമയുടെ കൂടെ അത്യാവശ്യമായിട്ട് 2 വരെ പോകാനുണ്ട്. നീ മൊത്തത്തിലൊന്ന് അരിച്ചു പറക്കണം. എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കാണുവാണെങ്കിൽ എന്നെ വിളിക്കും. പിന്നെ ഇൻക്വസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കും. ബന്ധുക്കൾ ആരെങ്കിലും വരുവാണെങ്കിൽ മൊത്തത്തിലൊന്ന് അന്വേഷിച്ച് കൺഫേം ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. ആരെയും ഇവിടെ കിടന്ന് കറങ്ങാൻ സമ്മതിക്കണ്ട. ആർട്ട് വർക്കൊക്കെ നല്ല വിലയുള്ളതായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൽ ദ പ്ലേസ്. ഓക്കെ, പിന്നെ ഞാൻ വൈകിട്ട് വിളിക്കാം. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിരിക്കാം. സാറേ, വൈകിട്ട് മോളുടെ ബർത്ത്ഡേയുടെ കാര്യം മറക്കണ്ട. ഒരു 7-8 മണിയാകുമ്പോൾ വന്നേക്ക്. ഓക്കെ, മറന്നിട്ടില്ല. ഓക്കെ സാറേ, ഞാൻ ജയറാം സാറാ. സാർ, അക്ബർ എന്തായി? ഒരു ഇനീഷ്യൽ എൻക്വയറി തുടങ്ങി വെച്ചിട്ടുണ്ട് സാർ. ഇന്നത്തേക്ക് ഇനി അലോഷ്യം നോക്കോളൂ. ഓക്കെ അക്ബർ, മീഡിയ ഒക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അവരുടെ വേർഷൻ തുടങ്ങുന്നതിന് മുമ്പ് വി ഷുഡ് ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ ഓൺ ദിസ് ഇഷ്യൂ. നാളെ വീട്ടിൽ ഞാനും അലോഷ്യം ഒന്നുകൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡി ആവേണ്ടതാണ്. ശരി, അപ്പോൾ താൻ ഇറങ്ങിക്കോ. വൈകിട്ട് കാണാം നമുക്ക്. ഓക്കെ സാർ, വൈകിട്ടാണ്. ആൻഡ്രു ചേട്ടാ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ചിട്ട് അവരെ പറഞ്ഞോട്ടെ. ഓക്കെ ശരി. നിങ്ങളിത് ശരിക്കും ആലോചിച്ച് തന്നെയാണോ? അല്ല, സാധാരണ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ വരുന്നവരോട് ഞങ്ങൾ ആദ്യം പറയാറുള്ളത് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആദ്യം പരസ്പരം തുറന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യാനാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിലാണെങ്കിൽ പ്രശ്നങ്ങളും ഇല്ല. ഒന്ന് റീതിങ്ക് ചെയ്തൂടെ? ശരി, നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇല്ല ചേച്ചി, ഞങ്ങൾ ഒരുപാട് ആലോചിച്ചാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുമില്ല. ഈ ഡിവോഴ്സ് കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഫാത്തിമ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ദ ഡിസിഷൻ ഇസ് യോഴ്സ്. ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ ഇതിന് കൂടെ നിൽക്കാം. ബട്ട് ആസ് എ ഗുഡ് ഫ്രണ്ട്, ഈ ഡിവോഴ്സ് ഒഴിവാക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി ഫയൽ ചെയ്തോളൂ. ഫാത്തിമ, ഞാൻ വരുമ്പോൾ ലേറ്റ് ആവും. നീ കഴിച്ചിട്ട് കിടന്നു. ഹായ്, ഇത് ആരത്? ഹായ് മോളെ, ഹാപ്പി ബർത്ത്ഡേ. Thank you. പിടിക്ക്.
താങ്ക് യു. എല്ലാവരും നേരത്തെ എത്തിയോ? എന്താ വൈകിയേ? കുറച്ച് ലേറ്റായി പോയി, അതാ വൈകി. അതറിയാലോ. ആർക്കും ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കില്ല, അക്ബറിനുണ്ടാവാൻ സാധ്യതയുണ്ട്. കാണുന്ന പോലെയല്ല, നല്ല പ്രായമുണ്ട്. എന്നാലും ഫാത്തിമയെ കൊണ്ടുവരാത്ത ശരിയായില്ല. ഒരു കുഞ്ഞു കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലേടോ? അന്ന് ഇവർ ഈ കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും രണ്ടും കൂടി ആശുപത്രി മുഴുവനും കയറി ഇറങ്ങി ഡിപ്രഷൻ അടിച്ച് നടന്നേനെ. ഈ രക്തബന്ധമൊക്കെ വല്ലാതെ ഹൈപ്ഡാണെന്ന് ഉറപ്പിക്കാൻ ദേ ഈ 3 പേരെ കണ്ടാൽ മതി. ബന്ധവും സ്വന്തവും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. മുന്തിരിച്ചാറിന് മുന്തിരിവാറ്റിനേക്കാൾ എഫക്റ്റ് ആണെന്ന് തോന്നുന്നില്ല സാർ. ഉള്ളിൽ തട്ടി പറയാൻ ഉള്ളിൽ കള്ള് വേണമെന്നൊന്നും ഇല്ലടോ. എനിവേ, ലെറ്റ്സ് കം ടു ആ ടോപ്പിക്. അലോഷി വിളിച്ചൊരു ബ്രീഫ് തന്നിരുന്നു. ഇന്ന് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത മീഡിയക്കാർക്കൊക്കെ അത് വെച്ചൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. സോ വാട്ട്സ് യുവർ ഇനിഷ്യൽ തോട്ട്സ് അബൌട്ട് ഇറ്റ്? നിലവിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ കൺക്ലൂസീവ് ആയിട്ടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാനും അത് തന്നെ അവരോട് പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് മോള് വന്ന് ചോദിച്ചിരുന്നു ലൂക്കയെ പറ്റി. കഴിഞ്ഞ ബിനാലേക്ക് അവളൊരു വോളണ്ടിയർ ആയിരുന്നു. ഒരു അസാധ്യ ഇൻസ്റ്റലേഷൻ ആയിരുന്നു അത്രേ ഈ ലൂക്ക അന്ന് ചെയ്തത്. പക്ഷേ ഈ കക്ഷിയെ സിറ്റിയിലെ നമ്മുടെ സ്ഥിരം സോഷ്യൽ സർക്കിൾസിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറച്ച് ഒതുങ്ങിയ ലൈഫ് സ്റ്റൈൽ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അതെ സർ, സർവൻസിനോട് ചോദിച്ചപ്പോഴും അവരും അത് തന്നെ പറഞ്ഞു. പിന്നെ ഇന്ന് ഈ കാര്യം പറഞ്ഞ് ആദ്യം വിളിച്ചത് മനോരമയിലെ നമ്മുടെ മനോജാണ്. ഈ ലൂക്കായെ കുറച്ച് നാൾ മുമ്പ് ഞാൻ റിസപ്ഷനിൽ കണ്ടിരുന്നു. കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏത് കണക്ഷനിലാണ് വന്നതെന്ന് അറിയില്ല. ഇതിപ്പോൾ ഓർക്കാൻ കാരണം അന്ന് ലൂക്ക അടിച്ച് ഫിറ്റായിട്ട് നമ്മുടെ JP സാറായിട്ടൊന്ന് കോർത്തിരുന്നു. ജയപ്രകാശ് ടൈംസിലൊക്കെ ഉണ്ടായിരുന്ന അത് തന്നെ സാർ. അത് ആള് നമ്മുടെ ഒരു ഗുരു ഫിഗറാണ്. അന്ന് ഈ ലൂക്ക JPയുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഉന്തും തള്ളുമായി ആകാലമ്പായി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു JP അന്ന്. ഇതിന് വലിയ റെലവൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ആ സെർവൻസ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കല്പം മൂഡ് സ്വിങ്സ് ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു മോമെന്റിൽ എങ്ങാനും ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവാം. ഓട്ടോപ്സി റിപ്പോർട്ട് പറയാനുള്ളത് എന്താണെന്ന് കൂടി നോക്കട്ടെ. എന്താ സർ? Just get inside. സർ, എടോ, we are genuinely concerned. അക്ബർ, ചില കാര്യങ്ങളുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട കളിയാ. തിരുത്താൻ പറ്റുന്ന ഒന്നല്ല. 8-9 മാസമല്ലേ ആയുള്ളൂ നീയും ഫാത്തിമയും കല്യാണം കഴിച്ചിട്ട്. കാര്യം എനിക്കറിയാം. എന്താ അവളുടെ പേര്? ജാനറ്റ്.